നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഗാന്ധിജി പറഞ്ഞ ഉമറിൻ്റെ ഭരണത്തെക്കുറിച്ച് ലോകം വളരെ ആധികാരികമായിട്ടും ആഴത്തിലും ചിന്തിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ആ ഉമർ പറഞ്ഞു, അന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് പഴയ പേരെ, ഇപ്പം ഞാൻ പറഞ്ഞ സൗദി അറേബ്യ എന്നാണ്. എൻ്റെ നാട്ടിൽ ഒരു ആട്ടിൻകുട്ടി പോലും വെള്ളം കിട്ടാതെ വലിഞ്ഞാൽ അതിന് ഞാൻ അള്ളാഹുവിന് മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമെന്ന്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരു സ്വപ്നം കണ്ടു. ഒരു റോഡിലെ പാലത്തിൻ്റെ സൈഡിൽ ഫുട്പാത്ത് പോലെ സ്ഥലത്ത് ഈ അഴികളിടാണ്ട് പൈപ്പ്, ആ പൈപ്പ് നിശ്ചിത അളവിലാണ് ഇടേണ്ടത്. ഒരു പൈപ്പും മറ്റു പൈപ്പും തമ്മിൽ ഒരല്പം വ്യത്യാസമാണ്. അവിടെ ആട്ടിൻകുട്ടികൾ നടന്നു പോയപ്പോൾ ഒരു കുഞ്ഞാടിൻ്റെ കാല് അതിൻ്റെ ഇടയിൽ പോയി, ഒരല്പം ഗ്യാപ്പുള്ളോട്. സ്വപ്നത്തിൽ കണ്ട് അള്ളാഹു അതിന് കാരണവനോട് ചോദിക്കുകയാണ്, മോനെന്ന് വാപ്പ ഉമർ പറഞ്ഞതായിട്ടാണ് ചരിത്രം പറയുന്നത്. ഉമർ എന്നെ മകനെ കൊണ്ട് തോന്നിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്ട് വർക്ക് ഉമർ ചെയ്തല്ല, ഏതോ ഒരു കരാറുകാരൻ ഇന്നത്തെ പോലെ അന്നും. പക്ഷെ ആ രണ്ട് അഴികൾ തമ്മിൽ, അല്ലെങ്കിൽ ട്യൂബ് തമ്മിൽ അല്പം ഗ്യാപ്പ് വന്നുപോയി. ആ ഗ്യാപ്പ് വന്നപ്പോൾ കാല് എത്താൻ പറ്റിയില്ല. നിശ്ചിത അകലയിലുള്ളൂ ഇപ്പം കുഞ്ഞുങ്ങളുടെ കാലുകൾക്ക്, അങ്ങനെ വീണുപോയത്. ഇങ്ങനെയാണ് സത്യമെങ്കിൽ, ഇതാണ് ലോകനീതിയെങ്കിൽ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇന്ന് ലോകം ഭരിക്കുന്ന കക്ഷികൾ ഏതെങ്കിലും ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ സ്വർഗത്തിനടുത്ത് പോലും പോകുമോ? നരകത്തിൽ പോലും അവർക്ക് കഴിയിട്ടില്ല. നരകത്തേക്കാൾ ഭയാനകമായിട്ട് എന്തിലൂടെ അത് കിട്ടുന്നത്. കാരണം അത്ര മോശമാണ്, നീതിയിൽ നിന്ന് വളരെ അകലെയാണ്. ഇത് ഞാൻ പറയാൻ ഇപ്പോഴത്തെ കാരണം, തെരുവ് നായി കടിച്ച് നമ്മുടെ കുഞ്ഞ് വ്യക്തിത്വങ്ങളും കുഞ്ഞ് ജീവിതങ്ങളും അകാലത്തിൽ പൊലിഞ്ഞു പോകാണ്. അതിനെതിരെ വാക്സിനേഷൻ എടുത്തിട്ട് പോലും അത് ഫലിക്കുന്നില്ല. വാക്സിനേഷൻ ഉണ്ടാക്കുന്ന കൂനൂർ ഒരു വിദേശ കമ്പനിയാണെന്ന് എൻ്റെ അറിവ്. 50-500 കോടിയായിട്ട് ഒരു കൊല്ലത്തിൽ ടേൺ ഓവർ ഉണ്ട് തോന്നാൻ. ഈ 500 കോടി ടേൺ ഓവർ ഉണ്ടാക്കാൻ വേണ്ടി അന്ന് ആ വകുപ്പിൽ മന്ത്രിയായിരുന്ന മേനകാ ഗാന്ധി പോലും ഈ പട്ടി തൊട്ടാൽ ശിക്ഷയാണ്, അകത്താക്കും. എത്ര പേര്, ഈ മാവേലി ജോഷിനെ പോലും എത്ര ആൾ അകത്തിട്ടാണ് പട്ടിയുടെ കാര്യം എന്ന് പറഞ്ഞത്. ഇതൊക്കെ അവരല്ലെങ്കിൽ അവരെ പോലുള്ള ആൾക്കാർ കമ്മീഷൻ പറ്റി ചെയ്തു കൊടുക്കല്ലേ. അതുകൊണ്ട് ഇന്നത്തെ ഭരണാധികാരിയോട്, പ്രത്യേകിച്ച് കേരളത്തിലെ ഭരണാധികാരിയോട് വളരെ കർശനമായിട്ട് പറയാണ്, രണ്ട് രീതിയിൽ നടപ്പാക്കണം. ഒന്ന്, കഴുത്തിൽ ബെൽറ്റ് ഇല്ലാത്ത എല്ലാ പട്ടികളെയും വീട് കൂടി നശിപ്പിക്കണം. ഫസ്റ്റ് ഘട്ടമാണ്. എല്ലാ പട്ടികളും നശിപ്പിക്കാൻ പറഞ്ഞത് ബുദ്ധിമുട്ടാണ്. കഴുത്തിൽ ബെൽറ്റ് ഇട്ടാൽ പട്ടി ബെൽറ്റ് ഇടില്ല, അവരുടെ ഏതെങ്കിലും ഉടമസ്ഥ ഉണ്ടെന്ന് ഊഹിക്കാം. അത് കഴിഞ്ഞ് സെക്കൻഡ് ഘട്ടത്തിൽ റോഡിൽ നടക്കുന്ന കഴുത്തിൽ ബെൽറ്റ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും അതിനെ നശിപ്പിക്കണം. എന്നിട്ട് സർക്കാർ നിയമം ഉണ്ടാക്കണം. നമ്മൾ പൂച്ച വളർത്തുന്നുണ്ട്, പട്ടി വളർത്തുന്നുണ്ട്. പട്ടി വളർത്താൻ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ സംവിധാനം ചുറ്റും പുറത്ത് വിടരുത്. ഈ പൂച്ചകൾ പോലും അപകടകാരിയാണ്. പട്ടി വേഷത്തേക്കാൾ കൂടുതൽ അപകടമുണ്ട് പൂച്ച കടിച്ച് പൂച്ചയുടെ മാന്തിയൊക്കെ മരിച്ചിട്ടുണ്ട്. എങ്കിലും അത്രയും ഗൗരവമില്ലെന്നുള്ളൂ. അപ്പം അങ്ങനെ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന്, പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇനി അതിൻ്റെ പേരിൽ കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതി എന്ത് നടപടി എടുത്താലും നമ്മൾ പോയി അകത്ത് കിടക്കണം, ശിക്ഷ അനുഭവിക്കാൻ തയ്യാറായി നിൽക്കണം. മക്കളിലെ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ ജീവനാണ് ആദ്യം. ഒരു ജീവൻ്റെ വില നിശ്ചയിക്കാൻ പറ്റില്ല. അത് ഞാനൊരു കാര്യം പറഞ്ഞു നിർത്താം.
ഇപ്പോൾ ക്രൂഡ് ഓയിൽ കയറ്റി പിന്നെ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ക്രൂഡ് ഓയിൽ കയറ്റി 10-15,000 കോടി വിലയുണ്ട്. 15,000-20,000 കോടി വിലയുള്ള ക്രൂഡ് ഓയിൽ കയറ്റിയത് ടാങ്കറിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ SOS എന്ന് പറയും, സേവ് അവർ സോൾ എന്നൊരു മെസ്സേജ് ഓട്ടോമാറ്റിക് പോകും. ആ മെസ്സേജ് കിട്ടിയാൽ അത് കിട്ടുന്ന എല്ലാം അവരുടെ ആത്മാവ് അവരുടെ ജീവൻ രക്ഷിക്കണം. അത് അലിഖിത നിയമമാണ്. അവിടെ ഒന്നും നോക്കാൻ പറ്റില്ല. ആദ്യം ഒരു ജീവൻ രക്ഷിക്കണം, അവിടെ ജീവനാണ് എന്ന് പറഞ്ഞാൽ 15,000 കോടിയേക്കാൾ വിലയുണ്ട് ഒരു മനുഷ്യജീവൻ എന്നാണ്. ഊഹിക്കാവുന്നില്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ വിലയുള്ള മനുഷ്യജീവന് അകാലത്തിൽ പൊലിഞ്ഞു പോകാൻ ഒരു കാരണവശാലും ഗവൺമെൻറ് സമ്മതിക്കരുത്. അതിൻ്റെ പേരിൽ സുപ്രീം കോടതിയോ കേന്ദ്ര ഗവൺമെൻറ് എന്ത് നടപടി എടുത്താലും അതിൻ്റെ ശിക്ഷ ചിരിച്ചുകൊണ്ട് ഏറ്റെടുക്കണം മന്ത്രിസഭയും. അത് ഒരു വീഴ്ച വരുത്താൻ പാടില്ല. ഒറ്റ താമസം വയ്ക്കാതെ എത്രയും പെട്ടെന്ന് ആദ്യമായിട്ട് കഴുത്തിൽ ബെൽറ്റ് ഇല്ലാത്ത എല്ലാ പട്ടികളെയും കൊണ്ടുപോയി നശിപ്പിക്കുന്നതൊക്കെ നിങ്ങളത് ഇഷ്ടം, ഞാൻ പറയില്ല, കൊണ്ടുപോയിടോ ഫീൽഡിൽ നിന്ന് മാറ്റണം. അതിനുശേഷം 2ാം ഘട്ടം അങ്ങനെ ചെയ്യണം. അത് നിർബന്ധമായിട്ട് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ഗാർഗെ ഇന്നൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഇന്നൊരു ചാനൽ പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യപ്പെട്ട ആൾക്ക് വിമർശിക്കാൻ പാടില്ല, ഇന്ത്യ ഗവൺമെൻറ് വിമർശിക്കാൻ പാടില്ല, പ്രധാനമന്ത്രി വിമർശിക്കാൻ പാടില്ല. ശരി തന്നെ, ഒരു സംശയക്കാര്യത്തില്ല. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ചോദിച്ചു നിൽക്കണം, അതിൽ യാതൊരു സംശയമില്ല, അങ്ങനെ ചെയ്യണം. പക്ഷെ ഗാർഗെ പറഞ്ഞത് 3 ദിവസം മുൻപ് പ്രധാനമന്ത്രിക്ക് രഹസ്യ വിവരം കിട്ടി, എന്നിട്ട് അത് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് ചോദ്യമാണ് ചോദിച്ചു. അതുപോലും ചോദിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അതൊരു രാജ്യദ്രോഹമായിട്ട് കുറ്റം വരും, എനിക്കറിയില്ല. അത് ഏതായാലും അടിയന്തര അവസ്ഥയിലെങ്കിലും അടിയന്തര ഘട്ടമാണ് ഇന്ത്യയിൽ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കുക. നമ്മൾ ആ പ്രതിസന്ധി തരണം ചെയ്യുക, ബാക്കി കാര്യങ്ങൾ പിന്നീട് എന്ന് പറഞ്ഞു ഞാൻ നിർത്താം. ഇവിടെ ഇപ്പോഴ് കോൺഗ്രസിനെ കുറിച്ച്, UDF കുറിച്ച്, UDF എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം, LDF നിലനിൽക്കണം, BJPയുടെ വളർച്ച ഒന്ന് തടയണം. അങ്ങനെ 3 പോയിന്റാണ് ഞങ്ങൾ സംബന്ധിച്ചുള്ളത്. അത് ഏറ്റവും ശരിയാന്ന് പറയുന്നില്ല, എങ്കിലും ചില കാര്യങ്ങൾ വിഷയമായിട്ട് അങ്ങനെ വരുമ്പോൾ ഒരു ടേം കഴിഞ്ഞ് 2ാമത്തെ ടേം തീരാൻ പോകുന്നത്. 2ാമത്തെ ടേം തുടങ്ങിയപ്പോൾ തന്നെ പിണറായി സർക്കാരും പിണറായി ഗ്രൂപ്പും വോട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ പറയാൻ തുടങ്ങി. ഇവിടെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് പണ്ടൊരു കൊച്ചു പറഞ്ഞ്, എൻ്റെ അച്ഛന്ന് പറയുമ്പോൾ അത് എതിരാവും, വാപ്പ എതിരാവും, അതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടോടെ എനിക്ക് പെണ്ണ് കെട്ടാൻ എന്ന് പറഞ്ഞ പോലെ ഇവിടെ പിതാവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണ്ട ചെറുക്ക് കെട്ടാൻ. അതുപോലെ ഇവിടെ കോൺഗ്രസിൻ്റെ പടലപ്പിണക്കം അല്ലെങ്കിൽ സൗന്ദര്യപ്പിണക്കം തീർന്നിട്ട് വേണ്ട പിന്നെ ഇലക്ഷൻ വോട്ട് പിടിക്കാൻ. ഇപ്പം സുധാകർജിയെ കുറിച്ച് ഇന്നൊരു ചാനല് മീഡിയ ഗ്രാമട്ടെ, അതൊക്കെ സുധാകരൻ്റെ ചാനലാണ്. മുരളിക്കൊരു ചാനലുണ്ട്, എല്ലാ കോൺഗ്രസ് നേതാക്കളും സ്വകാര്യ ചാനലുണ്ട്. എന്നിട്ട് അത് അവർക്ക് പണം കൊടുത്ത് ചെയ്തിട്ട് അവരെ പുകഴ്ത്തി പറയണം, അവരെ വാനോട് പുകഴ്ത്താണ്. അത് ഇതൊക്കെ മാത്രമല്ല പലർക്കും ഉണ്ട്. സുധാകരനെ മാറ്റാൻ പറ്റില്ല. സുധാ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് വെള്ള പിണറായി അങ്ങനെ ശരി തന്നെയാണ്. എങ്കിലും അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നമുണ്ടെന്ന് ഇത്രയും അതിനിർണായകമായ ഘട്ടത്തിൽ, അതിസങ്കീർണമായ ഘട്ടത്തിൽ LDFിൻ്റെ രാഷ്ട്രീയ പ്രചരണം ഇപ്പം നാളെ 7-ാം തീയതി എറണാകുളത്ത് എന്തോ ഒരു മേഖല റാലിയെ കൂടി ഇപ്പോൾ വലിയ പരിപാടി 6 കോടി മുടക്കിയാണ്. ഇതൊക്കെ ഇലക്ഷൻ പ്രചരണമാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ച് പണം മുടക്കാൻ പറ്റില്ലല്ലോ. പണം ഇപ്പോൾ LDF ഇഷ്ടം പോലെ ഉണ്ട്, ഒരു കണക്കില്ലാത്ത പണമുണ്ട്. കാരണം സ്ഥിരം പിരിവാണ് ഒരു പരിപാടി അടുത്ത പരിപാടിക്ക്, അങ്ങനെ എല്ലാ നിലക്കും പിരിവും കൈക്കൂലി മറ്റേതൊക്കെ ആയിട്ട് കോടിക്കണക്കിന് രൂപയുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇലക്ഷൻ പ്രചരണം അന്നും ചെയ്യാൻ പറ്റില്ല, ലിമിറ്റ് കണക്ക് കാണിക്കണം. ഇന്നിപ്പോൾ ചെയ്യാണ്. ഈ കോൺഗ്രസോ ഒരു KPC പ്രസിഡന്റ് വേണോ വേണ്ടയോ, വേണമെങ്കിൽ എങ്ങനെ, വേണ്ടെങ്കിൽ എന്ന് പറയാം, അതിന് പോലും തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ എൻ്റെ ഒരു നേതാവുണ്ട്, CP ജോൺ. ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ നേതാവ് തന്നെ, സംശയമൊന്നുമില്ല, എനിക്ക് അഭിമാനത്തോട് പറയുന്ന നേതാവ്. ആ നേതാവ് ഒരു ചോദ്യം ചോദിച്ചു കോൺഗ്രസ്സോട്. കാരണം ഈഴവരോട് കോൺഗ്രസ് നീതി പുലർത്തിയില്ല എന്ന്, അങ്ങനെ മറ്റോ അർത്ഥം വരാത്ത വാക്കാണ്. ഞാൻ പൊന്ന് CPയോട് ചോദിക്കട്ടെ, സ്നേഹത്തോട് ചോദിക്കട്ടെ, CP നല്ല ഉദ്ദേശം വെച്ച് പറഞ്ഞാൽ ഒരു ദുരുദ്ദേശമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ബീഹാറിൽ 100 സീറ്റ് കോൺഗ്രസ് ചോദിച്ചു വാങ്ങിച്ചു, 25 സീറ്റേ കിട്ടുള്ളൂ, 40 സീറ്റ്. ആ ഒറ്റ കാരണം കൊണ്ട് ബീഹാറിൽ ഭരണം പോയി. മറിച്ച് ഒരു 50 സീറ്റ് ചോദിച്ചിട്ട് ഒരു 10-30 സീറ്റ് ജയിക്കായിരുന്നല്ലോ, ബാക്കി 50 സീറ്റ്
RJDക്ക് കൊടുത്ത് ജയിച്ചു എന്ന് ഭരിക്കായിരുന്നു. അത് ചെയ്തില്ല. അത് മണ്ടനായ RJയുടെ മകൻ ലാലുവിൻ്റെ മകനും ഈ കോൺഗ്രസ് മണ്ടന്മാർക്ക് മനസ്സിലായില്ല. വലിയ മുഴുവൻ ചോദിച്ച് അവർ ഈ മണ്ടനായ ലാലുവിൻ്റെ മോനെ കൊടുക്കുകയും ചെയ്തു. കാരണം കോൺഗ്രസ് അല്ലേ ചോദിച്ചു. അങ്ങനെ ജയിക്കുക നോക്കണ്ടേ. അതുപോലെ സുധാകരൻ നയിക്കുന്ന KPC പ്രസിഡന്റ് പിന്നെ സുധാകരൻ്റെ കഴിവുകൾ അതൊക്കെ നമ്മൾ എതിർക്കില്ല. പക്ഷേ ഇതൊരു നിർണായക നിമിഷമാണ്, മാറ്റാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് കേരളത്തിൽ രണ്ട് ഉദാഹരണം. ഒന്ന് ബീഹാർ ഇലക്ഷൻ കാര്യം. കേരളത്തിലൊരു സ്വർണ്ണക്കടയിൽ ഒരു രാഷ്ട്രീയക്കാരൻ നിന്ന് പിരിവ് ചോദിച്ചു. ആദ്യം അയാൾ കുറച്ച് എമൗണ്ട് കൊടുത്തു. 1 വർഷം 2 വർഷം വീണ്ടും ചെന്നപ്പോൾ അയാൾ ചോദിച്ച്, എൻ്റെ പൊന്ന് സാറേ, ഞാൻ നിങ്ങൾക്ക് 10,000 2,000 3,000 5,000 രൂപ തന്നിട്ട് ഈ 2 വർഷത്തിൽ ഒരു കമ്മൽ പോലും നിങ്ങളുടെ ഗർഭിൽ വന്നില്ലല്ലോ. വാസ്തവം പറഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ കമ്മീഷൻ ഏജൻ്റ് അല്ല അവിടെ. ആ വാക്ക് തെറ്റാണ്, പ്രയോഗത്തിൽ തെറ്റാണ്, എങ്കിലും പറയാണ്, അവരും ധരിക്കുന്നില്ലേ. അതുപോലെ സുധാകരൻ്റെ സമുദായം എന്ന് പറഞ്ഞാൽ ഈഴ സമുദായമാണ്, അല്ലെങ്കിൽ ഒരു തീയരെന്ന് പറയാം അവിടെ. ആ ഈഴ സമുദായം കേരളത്തിൽ ഞാൻ CP ജോൺ സാറിന് അറിയാൻ വേണ്ടി പറയാണ്, കേൾക്കാൻ വേണ്ടി പറയാണ്. CP 23% ഈ 23% ഈഴ വിഭാഗത്തിൽ കഴിഞ്ഞ ഇലക്ഷനിൽ 80% വോട്ടും LDF-ആയിരുന്നു. അതിന് മുൻകാലങ്ങളിൽ 70-75 കഴിഞ്ഞ പ്രാവശ്യം 75-80 ഇത്തവണ മൂന്നാമതും പിണറായി അല്ലെങ്കിൽ പിണറായിയുടെ ആൾ മുഖ്യമന്ത്രി ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈഴ വിഭാഗത്തിൽ 90% LDF-ന് വോട്ട് ചെയ്യും. അക്കാര്യം ഒരു സംശയമില്ല. ഞാൻ ആലപ്പുഴയിൽ കുറച്ച് വോട്ട് മാറിയപ്പോൾ അതൊന്നും BJP സ്ഥിരമായി ചെയ്തില്ല. അത് അവർ 12 മന്ത്രിമാർക്ക് നായർക്ക് കൊടുത്തപ്പോൾ ഇവർക്ക് 4-5 മന്ത്രി കൊടുത്തിട്ടുള്ളൂ. ആ ഒരു വൈരാഗ്യം തീർത്താണ്. കാരണം മുഖ്യമന്ത്രി ഈഴന് കിട്ടിയതിൻ്റെ പേരിൽ ബാക്കി എല്ലാ ആനുകൂല്യവും നായർക്ക്. അത് ഈഴ വിഭാഗം ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടൊരു മറച്ചു കുത്തിയുള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ ഈ സുധാകരനോ അല്ലെങ്കിൽ മറ്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനോ അല്ലെങ്കിൽ മറ്റ് അവിടുത്തെ ഒരു നേതാവുണ്ടല്ലോ, ധനകാര്യമന്ത്രിയായിരുന്നാൾ, അവർക്കാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. അവനവൻ്റെ സമുദായത്തിൽ നിന്ന് ഒരു 50% വോട്ടെങ്കിലും വാങ്ങിച്ചെടുക്കണം. ഇപ്പം മുസ്ലിം ലീഗിന് മുസ്ലിം സമുദായത്തിൽ മൊത്തം 3-1 സീറ്റ് വോട്ടുള്ളൂ, അല്ല 3-2 പുറത്തെടുക്കാം. ഇങ്ങനെ 3-1 ഉണ്ട്. പക്ഷേ ഈഴവനോ ഈ 10%-ൽ പകുതി 5% ആർക്കും കോൺഗ്രസ് BJPക്ക് പോകും, ബാക്കി 5% കിട്ടുള്ളൂ. എന്നാലും വെറും 5% ഉള്ളൂ. ലീഗിന് 30-33% കിട്ടും, 3-1 ഉണ്ട്. അപ്പോൾ ഈ 5% ഈഴവ കപ്പാസിറ്റി വെച്ചുകൊണ്ട് മുല്ലപ്പള്ളിയെ അല്ലെങ്കിൽ നമ്മൾ സുധീരന് പിന്നെ അടൂർ പ്രകാശിനൊക്കെ വച്ചാൽ എങ്ങനെ ചെയ്യത്? അവർ നേരത്തെ ചെയ്യണം. അവരവർ പാർട്ടികളും അവർ സമുദായത്തിൽ നിന്ന് ഒരു 50% വോട്ട് കോൺഗ്രസ് വാങ്ങിച്ചെടുത്ത് തയ്യാറാകണം. അതായത് അവർ ഏൽക്കുന്ന ഉത്തരവാദിത്വം. ഇപ്പം ഈ സുധാകരനും ഈ മുല്ലപ്പള്ളിയും ഈ പിന്നെ സുധീരനും അടൂർ പ്രകാശും ഒക്കെ ചെയ്യുന്നത് ഈ 10-40% വരെ മുസ്ലിങ്ങൾ കുറേ സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണ്. പിന്നെ കണ്ണൂർ ഇത് ജയിച്ചതാര മുസ്ലിങ്ങളുടെ വോട്ട് ബ്ലോക്ക് കിട്ടിയിട്ടാണ്, അല്ലാതെ 70 വോട്ട് കിട്ടിയാണ്. 80% LDF-ന് പോയത്. അവിടെ പോലും അത് കണ്ടുകൊണ്ടാണ് നിങ്ങൾ ആളാകുന്നത്. ഈ മുരളി ഉൾപ്പെടെ, മുരളിക്ക് ചാനലുണ്ട്, അത് മുരളി പോയിട്ട് കരുതാൻ്റെ പോയിട്ടാ പറയുമ്പോഴാണ് ഒരു കാക്കാട് പേരില്ല, ബഷീർ എന്നൊരു പേരിലാണ്. ആയിക്കോട്ടെ, അതിപ്പോൾ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ മാത്രമാണ് ബുദ്ധിമാന്മാരെന്നും ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരെന്നുള്ള ചിന്ത, ആ ചിന്തയാണ് മണ്ടത്തരം. അത് വേണ്ട, അത് ഞാൻ പറഞ്ഞാൽ അത് കുറ്റപ്പെടുത്തിയല്ല. അപ്പോൾ ഉമറിൻ്റെ പറഞ്ഞില്ല, ഒരു കുഞ്ഞെങ്കിലും ഒരു ആട്ടിൻകുട്ടി പോലും എൻ്റെ നാട്ടിൽ പട്ടിണി കിടന്നാൽ ഞാൻ സമാനം പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ ഒരാളെങ്കിലും ആ പ്രസിഡന്റ് പദം ഏൽക്കുന്ന എതിർപ്പുണ്ടെങ്കിൽ സ്വയം മാറി നിൽക്കണമെന്നേ, അവിടെ വാശി പിടിക്കല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം പറയും, കോൺഗ്രസ് ഭയപ്പെടുന്നു ഇദ്ദേഹം മാറ്റി ഇദ്ദേഹം BJPയിൽ പോകുന്ന പോട്ടെ. ഇനി മുല്ലപ്പള്ളിക്ക് അല്ലെങ്കിൽ സുധാകരനെ തോന്നി, സുധാകരൻ കൂടെ എത്ര പേരുണ്ട്, എത്ര ഇഴിവുണ്ടാവും? പാർട്ടികൾ മാറുമ്പോൾ പിന്നെ ഒരു മുസ്ലിമും ക്രിസ്ത്യാനും ഒരെണ്ണം പോകില്ല. അറിയാം, നമ്മുടെ KV തോമസ് പോയില്ലോ, പുള്ളിയും പുള്ളി ഷർട്ട് മാത്രം ഉണ്ടായി. VC ചാക്ക് പോയില്ലോ, പുള്ളിയും പുള്ളി ഷർട്ട് മാത്രം ഉണ്ടായി. മറ്റേ മലയാളം സംസാരിക്കാത്തൊരു ആളുണ്ടല്ലോ തൃശ്ശൂർക്കാർ, പുള്ളിയും പോയില്ലോ, പുള്ളിയും പുള്ളി ഷർട്ട് ഉണ്ടായുള്ളൂ. ഇടോ വേണ്ട, അതൊക്കെ വലിയ തൊപ്പിക്കാരൻ കാശ്മീരുകാരൻ പോയില്ലോ. ആരോട്? അവരെ കോൺഗ്രസിനാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും, വ്യക്തിക്കല്ല. വ്യക്തി പോയത് തന്നെയാണ്.
നമ്മുടെ കാശ്മീരെ ഗുലാം നബി ആസാദേ വലിപ്പം പേരൊക്കെ ഉണ്ട് അയാള്. പുള്ളി പോയി, എല്ലാം ഔട്ടായില്ലേ, കഴിയാൻ ജയിച്ച് കെട്ടിവെച്ച് കാശ് കിട്ടിയില്ല. കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തെറ്റിരുത്താൻ കുഴപ്പമില്ല, അല്ല പാർട്ടി വിട്ടുപോയി തീർന്നു തന്നെയാണ്. എത്ര ആൾക്കാർ നിജുബായമുത്തുള്ള പോലെ അങ്ങനെ ഒരുപടി ആൾക്കാർ പോയിരൊക്കൊന്നും വലിയ വിഷയമാണ്. പാർട്ടിയിൽ നിൽക്കുവാൻ വിലയുള്ളൂ. അപ്പോൾ സുധാകരൻ ഈ പാർട്ടി വിട്ട് BJPയിൽ പോയാൽ സുധാകരൻ ചട്ടം ഉണ്ടാവും, ഒരു ആരും പോവില്ല. അല്ലെങ്കിൽ രമേശ് ചട്ടം ഉണ്ടാവുള്ളൂ. രമേശ് എല്ലാം വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിനാണ്. അവിടെ അങ്ങനെ തൊട്ട് കോൺഗ്രസ് പേടിക്കണ്ട. സുധാകരന് സന്തോഷമായിട്ട് പറയാം, എനിക്ക് സുഖമില്ല, ഞാൻ മാറി നിൽക്കാം. അത് പുള്ളിക്ക് കൂടി താല്പര്യം, ഒരാളെ ചാർജ് ഏൽപ്പിക്കും, കുഴപ്പമില്ല. അത് പറയുന്നതാണോ ഇപ്പോൾ വാശി പിടിച്ചിട്ട് എന്നെ മാറ്റം ആർക്കും ധൈര്യമില്ല, ആർക്കും ധൈര്യമില്ല. ഞങ്ങൾ പ്രചരണം എടുത്താണ്. കാലം മാറിയെന്ന്. ഈ വരുന്ന ഇലക്ഷൻ ഞാൻ പറയും, കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ LDF രാഷ്ട്രീയ പ്രതി തുടങ്ങിയിട്ട് വർഷങ്ങളായി. പ്രത്യേകിച്ച് ഇപ്പോൾ അവസാനം നേതൃത്വക്കാണ്. അവരെങ്ങനെയെങ്കിലും അവർ അധികാരത്തിന് കയറി നിർമ്മിക്കുകയാണ്. അതിനോട് എല്ലാ അനുകൂലമുണ്ട്. എല്ലാ അനുകൂലം എന്ന് വെച്ചാൽ കേന്ദ്രം കംപ്ലീറ്റ്, സംഘപരിവാർ കംപ്ലീറ്റ്, CPM ഉൾപ്പെടെ അതിൽ ഒരു 10-8% മുസ്ലിങ്ങളും മാറിക്കലും ബാക്കിയെല്ലാം ഒരുമിച്ച് ഇതെല്ലാം ചെയ്ത് അവർ അധികാരം കയറാൻ കരുതിക്കൂട്ടി ശ്രമിക്കുമ്പോഴേ ഈ കോൺഗ്രസ് മണ്ടന്മാര് ഇപ്പോൾ അവർക്ക് KPC പ്രസിഡന്റിനെ പോലും മാറ്റാനും പറ്റില്ല, മാറ്റാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയെ. ഇവിടെ നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചാവുമ്പള്ളേ ഇത്ര വ്യക്തിത്വം അന്തസ്സില്ലാത്ത ഒരച്ചടക്കം എടുത്താൽ KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ AICC പ്രസിഡന്റ് ഒരു വെയിറ്റ് വേണ്ടേ? അങ്ങനെ മാറി നിൽക്കണം, ഞാൻ മാറി നിൽക്കണം, അല്ലെങ്കിൽ വോട്ടിൽ നിന്ന് നിൽക്കണം. ഞാൻ ഇപ്പോൾ നിലമ്പൂർ ഞാൻ പറഞ്ഞില്ല, നിലമ്പൂർ അൻവർ നിങ്ങൾ കയ്യാല പിടിക്കണേ, അൻവറോട് മാറ്റി നിർത്ത്. ഇനി ആ നിലമ്പൂർ ഇലക്ഷൻ തോറ്റുപോയി നിൽക്കുക, എടുത്താൽ നിങ്ങളുടെ ഭരണം പോവോ? അല്ലെങ്കിൽ MLA പോവോ? ഒരു വർഷം കഷ്ടമുള്ളൂ, അത് പിടിച്ചു നിൽക്കണം, അത് നോക്കണം. നമ്മൾ അൻവർ ഉപേക്ഷിക്കുന്നില്ല. അൻവർ പാർട്ടിക്കെതിരെ വന്നപ്പോൾ അവന് പറ്റിയാണ് ഈ അഭ്യാസമൊക്കെ മാറ്റിവെച്ച് ആദ്യമേ തന്നെ കോൺഗ്രസ് UDF സറണ്ടർ ചെയ്യേണ്ടിയിരുന്നത്. നിങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ഇതൊക്കെ നിങ്ങളുടെ ഉപദേശിക്കുക. ഈ പാവം ഇതിനിഷായിട്ട് ഗ്രൂപ്പ് വേണമെന്ന് എനിക്ക് സങ്കടം തോന്നാണ്. കോൺഗ്രസിൽക്ക് അറിയാൻ പാടില്ലേ? നിങ്ങൾ പറയണ്ടേ അൻവറെ, നിങ്ങൾക്ക് ഈ പാർട്ടിയിൽ നിങ്ങൾ ആദ്യമായിട്ട് UDF ചേരും നിൽക്കൂ. വെറുതെ ചേർത്താൽ മതി, അല്ല മുന്നണി ഒന്നും ചേർക്കണ്ട, UDF ആളായിട്ട് നിന്നാൽ മതി. എന്നിട്ട് കളിക്കേണ്ടത് ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പം അൻവർ കളിച്ച് എവിടെയെല്ലാം കളിച്ച് എന്തെല്ലാം കളിച്ച്. കാരണം അൻവർ ഒന്നും രാഷ്ട്രീയക്കാരനല്ലേ. അതുപോലെ വേറെ ആൾക്ക് വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ മുൻകൂട്ടി കുറെ പണം ഉണ്ടെന്നല്ല, അവർക്ക് രാഷ്ട്രീയമായിട്ട് എന്ത് പാരമ്പര്യം? അൻവറിന് എന്ത് പാരമ്പര്യം? പിന്നെ ആമൂട്ടിക്ക് എന്ത് പാരമ്പര്യം? ഞാൻ കുറ്റപ്പെടുത്താൻ അവർ വ്യക്തിമായിട്ട് കുഴപ്പക്കാരായിട്ടല്ല. അതേ സമയത്ത് LDF കൂടെ നിന്നപ്പോൾ അതിന് വിലയുണ്ടെന്ന് ജയിച്ചു എന്നല്ലത്. അൻവർ രാഷ്ട്രീയക്കാരനല്ല. രാഷ്ട്രീയക്കാരനായിരുന്നുവെങ്കിൽ ഉമാ തോമസ്, രമ ബാലകൃഷ്ണൻ അവരൊക്കെ ചെയ്ത പോലെ LDFിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ, കാരണം അവർ മുന്നണി രാഷ്ട്രീയം ആഗ്രഹിച്ച് അധികാരം പോകുക. അപ്പോൾ ഞങ്ങൾക്ക് അധികാരം വഹിക്കുന്നില്ല, അധികാരത്തിന് ആവശ്യം. അതുകൊണ്ട് മുന്നണി രാഷ്ട്രീയം പ്രസക്തമല്ല, ഞങ്ങൾക്ക് സ്വന്തമായ അഭിപ്രായം പറയാൻ വേണ്ടുള്ളൂ. അങ്ങനെ വന്നപ്പോൾ പുള്ളി നേരെ ചെയ്യുന്നത് UDFിൽ ചെന്ന് സറണ്ടർ ചെയ്യണം. ആ സറണ്ടർഷിപ്പ് UDF അംഗീകരിക്കണം. അതാരും പറഞ്ഞില്ല, സ്വതന്ത്രമായിട്ട് വിട്ടു. പിന്നെ ഇടതുപക്ഷത്തിന് കുറ്റം പറയല്ലേ, പോയിക്കോട്ടെ, മണ്ടന്മാരല്ലേ. ഇപ്പം ഇത് കടന്ന് കളി എവിടെ എത്തി? കാരണം അയാൾ ചെയ്ത് ഏറ്റവും വലിയ വഞ്ചന എന്ന് പറയും. വഞ്ചന തെറ്റല്ല, വഞ്ചന എന്ന് പറയുമോ? എനിക്ക് എൻ്റെ പരിചയക്കാരൻ പറഞ്ഞു, ഞാൻ ജോജി സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു പറഞ്ഞാൽ അയാൾക്ക് എന്ത് അവകാശം? UDF ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ അൻവറിന് എന്ത് അവകാശം? പറയാൻ പോലും എന്ത് അവകാശം? അത് UDFിൻ്റെ അവകാശമല്ലേ. കോൺഗ്രസ് നയിക്കുന്നതുകൊണ്ട് കോൺഗ്രസിന് സൂചിപ്പിക്കുക, അപ്പോൾ UDF വേണം തീരുമാനിക്കാൻ. ഇത് അൻവർ ജോജി അത് ദുഷ്ടലാക്കല്ലേ. കാരണം 19 സീറ്റെങ്കിലും ഈ സമുദായത്തിൽ കൊടുക്കണം. അങ്ങനെ വരുന്ന ഒരു സീറ്റ് നിലമ്പൂർ, ആ സീറ്റോട് ജോയിക്ക് കൊടുക്കാന്ന് പറയുമ്പോൾ അൻവറിൻ്റെ ആ ഉള്ളിലിരിപ്പ് എത്ര വഞ്ചനാപരമാണ്, എത്ര നികൃഷ്ടമാണ്. ആ സമുദായത്തിൽ കാണിച്ച നികൃഷ്ടത്തില്ലേ. എനിക്കില്ലെങ്കിൽ വേറെ ആർക്കും വേണ്ടെന്നുള്ളല്ലേ. അതൊന്നും വേണ്ട അൻവറേ. അങ്ങനെ വെല്ലുവിളിച്ച് സമുദായത്തെ കൊച്ചാന്ന് നോക്കില്ല, ഞങ്ങൾക്ക് ജീവിച്ചൊക്കെ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കൊന്നുകളണം. നിങ്ങൾ കൊന്നൊരു കുഴപ്പമില്ല, വേണ്ടില്ല. ജീവിച്ചിരിക്കാലം ഈ സമുദായത്തോട് ഞങ്ങൾ വാദിക്കും. എന്തുകൊണ്ട്? നീതി ലഭിക്കാൻ വേണ്ടി. അല്ല മുസ്ലിം എന്താക്കാനല്ല, നീതി ലഭിക്കണം എല്ലാവർക്കും. ഇന്ന് ഞാൻ രാവിലെ ഞങ്ങളുടെ കുറേ ഫ്ലെക്സുകൾ വയ്ക്കാൻ വേണ്ടി
പിള്ളേർ എൻ്റെ ടീം പോകുമ്പോൾ ഞാൻ കൂടെ പോകും. അല്ലെങ്കിൽ നമുക്ക് നല്ലത്. കാരണം എൻ്റെ ഓഫീസിൽ പ്യൂണില്ല. പ്യൂണിനെ വിട്ട് നമ്മൾ രണ്ടാമത് പോകേണ്ടി വരും. അത് നമ്മൾ ആദ്യം പോകണമെങ്കിൽ പിന്നെ രണ്ടാമത് പോകേണ്ടി വരില്ല. അത് ഞാനാണ് പോകുന്നത്. എല്ലാ കാര്യങ്ങളും എൻ്റെ സുഖം. അത് ഞാൻ കാൻഷാപ്പിൻ്റെ കൂടെ നിന്ന് പഠിച്ചതാണ്. കാൻഷാപ്പിൻ്റെ ഗുരുവാണ് കാൻഷാപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ സഖാക്കൾ ചെമ്പ്രക്കിയിലെ സഖാക്കൾ വീരാങ്കുഞ്ഞ് ലോക്കൽ സെക്രട്ടറിയാണ്. വീരാങ്കുഞ്ഞ് കുറച്ച് പ്രവർത്തിയാണ്. വീരാങ്കുഞ്ഞ് കേൾക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനിതൊക്കെ അറിയാം. അവിടെ കൃഷ്ണൻകുട്ടി ആളുകളോട് പറയും വിഭാഗത്തിൽപ്പെട്ട്. ആ കൃഷ്ണകുട്ടിയാണ് എൻ്റെ പ്രായമാണ്. ആ കൃഷ്ണകുട്ടി വാഴക്കുള സ്കൂളിൽ, ഞാൻ വാഴക്കുള സ്കൂളിൽ PTA പ്രസിഡൻ്റാണല്ലോ. വാഴക്കുള സ്കൂളിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ്. പ്രസിഡന്റ് ഇല്ലല്ലോ SFI, സെക്രട്ടറി ആയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ആ കൃഷ്ണൻകുട്ടി ഇത് 4 ഞാൻ പേരെടുത്ത് പറയുന്നത് എന്നെ തൂക്കി വന്നു 4 കൊട്ട നെയ്ത്. അതുകൊണ്ട് 10-25 കിലോമീറ്റർ അല്ല വന്നിട്ട് രാവിലെ 6 മണിക്ക് എറണാകുളം മാർക്കറ്റ് വാർക്ക് നിൽക്കുന്നു. എനിക്ക് സങ്കടം വന്നുപോയി. ഞാനൊരു ചെറിയൊരു സഹായം ചെയ്യാൻ വേണ്ടി നിൽക്കാൻ അപ്പോഴേക്കും പുള്ളി അവിടെ പോയി വിട്ടുപോയി. എന്താ കാര്യം എന്നറിയോ? സഖാക്കളെ, നിങ്ങൾ എന്ത് ചെയ്തു? SFIയുടെ വാഴക്കുളം സ്കൂളിലെ യൂണിറ്റ് സെക്രട്ടറി അല്ലായിരുന്നോ? പറയും വിഭാഗത്തിൽപ്പെട്ടല്ലേ? പാവം മനുഷ്യല്ലേ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അതുപോലെ പറയാണ് സഖാക്കളെ. നമ്മുടെ ബാലകൃഷ്ണൻ, രാധാകൃഷ്ണൻ ദളിത് വിഭാഗത്തിൽപ്പെട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസമാണ്. ബാലിനെ കുറിച്ച് പിന്നെ ചില എതിർപ്പുണ്ട്. ഈ രാധാകൃഷ്ണൻ ഒരേ അഭിപ്രായമില്ല. ആ രാധാകൃഷ്ണൻ്റെ അടുത്ത് മുഖ്യത്യാഗമുണ്ട്. ആ രാധാകൃഷ്ണൻ ആക്കാതിരിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ രാജിവെപ്പിച്ച് പാൽവെല്ലിക്ക് വിട്ട്? ചിലർ എന്നോട് ചോദിക്കണം. എനിക്ക് ഉത്തരം പറയാനില്ല. കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മോശമായിട്ട് ചോദിച്ചാൽ പറയില്ല. യാഥാർത്ഥ്യം പറഞ്ഞല്ലത്. അതുപോലെയാണ് ഒതുക്കൽസ്. അത് വേണ്ട. ആ ഒതുക്കൽസ് ഉള്ളതുകൊണ്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പടവലങ്ങ പോലെ താഴോട്ട് പോകുന്നത്. നിങ്ങൾ ആ 88% വരുന്ന വിഭാഗമുണ്ട് സഖാക്കളെ ഇന്ത്യയിൽ. പിന്നോക്കത്തിൽ ന്യൂനപക്ഷമാണ്. അവർക്ക് നിങ്ങൾ സംരക്ഷണം കൊടുക്കും, വേണ്ടത്ര പ്രോത്സാഹിക്കണം എന്ന് വെച്ച് ബാക്കിയുള്ള 12% മോശമായിക്കണമെന്നല്ല. അവർക്ക് അവകാശം അവർ വീട്ടിലെത്തിച്ചു കൊടുക്കണം. ഞാൻ ഒരു ഉദാഹരണം പറയാം. വില്ലേജ് ഓഫീസിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ അതിൽ ഫോർമാറ്റല്ലോ. അതുപോലെ വില്ലേജ് ഓഫീസോ അല്ലെങ്കിൽ സർക്കാർ ഓഫീസിലോ കയറ്റിയെടുക്കാൻ വിടരുത്. കയറാത്ത അവർക്ക് അവരുടെ അവകാശം വീട്ടിൽ കൊണ്ടു കൊടുക്കണം. കാരണം അവർക്ക് റോയൽ ലുക്കാണ്, റോയൽ ഫാമിലിയാണ്. ആ റോയൽ ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പോൾ അവർ നമ്മൾ തെരുവിൽ നടത്താതെ നേരെ അവർ വീട്ടിൽ ആനുകൂല്യം കൊടുക്കണം. പക്ഷെ ബാക്കിയുള്ള ഈ 80% കൊടുക്കണം. അവിടെയാണ് വ്യത്യാസം. അത് കൊടുക്കാതെ എടുക്കുമ്പോഴാണ് അത് കൊടുക്കാതെ നിങ്ങൾ എടുക്കുമ്പോൾ നീതി നടപ്പാക്കാൻ പറ്റില്ല. ആ നീതി നടപ്പാക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നല്ല. മുസ്ലിം വേണ്ടിയോ ഈ ദളിതുകൾക്ക് വേണ്ടിയോ ഒന്നുമില്ല. ദളിതുകൾ ഇവിടെ നീതി ആവശ്യപ്പെടുന്നുണ്ട്, അർഹതയുണ്ട്. മുസ്ലിങ്ങൾ അതുപോലെ. അതാണ് ഞാൻ അവർക്ക് വേണ്ടി വാദിക്കുന്നത്. അല്ല ഞാൻ അവരാളാന്ന് നിങ്ങൾ ധരിക്കരുത്. ധരിച്ചോട് എനിക്ക് കുഴപ്പമില്ല. എൻ്റെ മനസ്സാക്ഷിയെ മുന്നോട്ട് പോകും. അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം കമ്മ്യൂണിസ്റ്റോട് ഞാൻ സൂചിപ്പിച്ചുള്ളൂ. അപ്പോൾ കോൺഗ്രസ് ഇത് ഏത് കാലത്താണ് നന്നാകുന്നത്? ഇവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞ് പ്രചരണം തുടങ്ങി വളരെ ശക്തമായിട്ട് LDF മുന്നോട്ട് പോവാണ്. LDF ജയിപ്പിക്കാൻ നമ്മൾ BJP സപ്പോർട്ട്, ആ സംഘപരിവാർ സപ്പോർട്ട്, മറ്റെല്ലാ സപ്പോർട്ടും. നിങ്ങൾക്കോ 10 പേര് 10 മുനയില്ല. ഇത് എന്നാണ് ഈ പ്രശ്നം തീർന്നത്? ഇനി ഒരു വർഷം പോലും ഇല്ല. അരവർക്ക് പഞ്ചായത്ത് ഇലക്ഷൻ വരാണ്. ഇത്ര ഇറസ്പോൺസിബിളായിട്ട്, ഉത്തരവാദിത്വ ബോധമില്ലാതെ, നിരുത്തരവാദിത്വപരമായിട്ട് പോകുന്ന ഈ കോൺഗ്രസ് നേതാക്കൾ നിങ്ങൾ എന്നാണ് ഇനി പാഠം പഠിക്കുക? ഞാൻ ഷീല ദീക്ഷിതിനെ കുറിച്ചാണ് ഷീല കൗളല്ല. ഷീല കൗൾ നിങ്ങൾക്കറിയാം. ഷീല കൗളാണ് ഇസ്ഡാർ അൻസാരി എന്ന് പറഞ്ഞ UP-ക്കാരെ. 10-90 വയസ്സുണ്ട്. അത് പരിസ്ഥിതി വകുപ്പിൻ്റെ വനവകുപ്പിൻ്റെ സഹമന്ത്രിയായിരുന്നു. ഒരു 16 വയസ്സുകാരി പെണ്ണ് കയറി ചെന്ന് ഒരു അരമണിക്കൂർ പെണ്ണ് നിലവിളിച്ചിറങ്ങി വന്ന് കേസായി ഒന്നായി. അപ്പോൾ ഷീല കൗളും ഗ്രൂപ്പും അവരെ ഒതുക്കാൻ വേണ്ടി കേസ് കൊടുത്തു. അപ്പോൾ കേസ് കൊടുത്ത് വന്നപ്പോൾ ഇലക്ഷൻ മത്സരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ കേസ് പിൻവലിക്കാമെന്ന് ഷീല കൗൾ ടീം പറഞ്ഞ് അയാൾ സമ്മതിച്ചില്ല. അതിന് ഇലക്ഷൻ മത്സരിച്ച് അയാൾ തോറ്റുപോയി. അതിനുശേഷം ഷീല കൗളില്ല, പെണ്ണുമില്ല, ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തെ തകർത്ത് കളഞ്ഞു. അതുപോലെ ഷീല ദീക്ഷിത് അവസാന കാലത്ത് കോൺഗ്രസ് നിന്നുകൊണ്ട് കോടാനുകോടി രൂപ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച് തെറ്റിദ്ധരിച്ച് അവസാനം BJPയുടെ കയ്യിലേക്ക് ഭരണം കൊടുത്തുകൊണ്ടാണ് ആ മാഡം അങ്ങോട്ട് പോയത്. അപ്പോൾ സുധാകരൻ ഇത്രയൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നല്ലോ, സുധാകരന് ശേഷം അല്ലെങ്കിൽ ശേഷം BJPയുടെ കയ്യിലേക്ക് അധികാരം കൊടുക്കാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കുന്ന ആരെങ്കിലും പറഞ്ഞ കുറ്റം പറയാൻ പറ്റും. സുധാകരൻ, നിങ്ങൾക്ക് ഓർമ്മശക്തിയുണ്ടോ? നിങ്ങൾക്ക് അസുഖം, അതൊരു കുറ്റമല്ലാതെ അസുഖം എല്ലാവർക്കും വരും. ഒരു കോൺഗ്രസ് പ്രസിഡന്റ് ചെയ്യേണ്ട ഉത്തരം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കൂ? മനസ്സെത്തിട്ട് ശരീരത്താൻ എത്തുന്നുണ്ടോ? ഇത് ആർക്കും ബാധിക്കാം, നിങ്ങൾക്ക് മാത്രമേ എനിക്കൊക്കെ ബാധിക്കാം. അപ്പം നിങ്ങൾ എന്താ വേണ്ട? സന്തോഷമായിട്ട് ഞാൻ തൽക്കാലം മാറി നിൽക്കാം, നിങ്ങൾക്ക് വേറെ ആളെ ഏൽപ്പിക്കുക. അങ്ങനെ ചുരുക്കം കഴിവുള്ള ചെറുപ്പക്കാരെ ഏൽപ്പിക്കുക. അത് ഓടിപ്പാഞ്ഞ് നടക്കട്ടെ.
ഞാനത് ഉദാഹരണം രണ്ട് പേരും പറഞ്ഞു. ഒന്ന് ജോർജ് ഈട്ടൻ മകൻ ഐ ബീഡൻ, പയ്യനാണ്. പയ്യനെന്നല്ല, ഇപ്പോൾ 40 വയസ്സായി, 42 വയസ്സായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ മറ്റേ ഫിറോസ്, ഷാഫി, ഇവർ രണ്ടുപേരും വലിയ കുഴപ്പക്കാരല്ല. അതുപോലെയുള്ളവരൊക്കെ ആക്കി ഏൽപ്പിക്കുന്ന നിങ്ങൾ മാറി നിൽക്കുക. എന്നിട്ട് ഇവർ ചെയ്യുന്ന നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. ഞാൻ വേറൊരു കാര്യം പറയാം, രണ്ട് കാര്യം പറയാം. ഒന്ന്, നമുക്ക് എന്ത് തെറ്റും ചെയ്യാം, അത് ന്യായീകരണം വേണം. അത് ന്യായീകരണം ഇല്ലാത്ത തെറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അല്ലെങ്കിൽ ഒരാൾ ഭാര്യ വീട്ടിൽ ചെന്ന് അവസരം നേരം വെളുത്ത് നാത്തൂൻ്റെ ലുങ്കി ആ അളിയൻ്റെ ലുങ്കി നാത്തു കൊടുത്താൽ എന്ത് ന്യായീകരണം വേണ്ടാവും. അതുപോലെ സുധാകരൻ ഇപ്പോൾ ന്യായീകരണം പറയില്ല. നിങ്ങൾ മരിക്കോളും അധികാരത്തിൽ ഇരുന്ന് മരിക്കുന്ന ആഗ്രഹമുണ്ടോ? അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാജ്യം പോയിക്കോട്ടെ, പാർട്ടി പോയിക്കോട്ടെ, എനിക്ക് മരിക്കുക, അധികാരത്തിൽ മരിക്കുള്ള അത് ശരിയാണോ? അതല്ലേ അപകടം പെട്ടത്. ഇനി ഏത് കാലത്താണ് മനസ്സിലാകുന്നത്? ഞാൻ പറഞ്ഞത് ഇവിടെ ആക്കി. അതുപോലെ അല്ലെങ്കിൽ അങ്ങനെ കണ്ട് ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. ചില പുരുഷന്മാർ അവർ ഭാര്യമാരെ അടുത്ത് യുവാക്കളെ അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുപോയിട്ട് അവർ തമ്മിൽ ക്രിയ ചെയ്യുന്നത് കണ്ട് ആസ്വദിക്കുക. അതൊരു ആസ്വാദനമാണ്. ഞാൻ നല്ലതൊന്നുമില്ല. അതുപോലെ നിങ്ങൾ ആസ്വദിക്കുക. എങ്ങനെ ആസ്വദിക്കണം? ഈ യുവതലമുറ ചൊറിയുറുക്കുള്ള മിടുക്കന്മാർ ഈ പാർട്ടി പ്രവർത്തനം കൊണ്ടുപോകുന്ന കണ്ട് നിങ്ങൾ ആസ്വദിക്കണം. അങ്ങനെ മരിക്കണം. അതല്ലേ ശരി. ഞങ്ങളുടെ ഒരു പ്രസ്ഥാനമൊക്കെ അധികാരത്തിൽ വന്നാണ്ടില്ല, വരുന്നൊന്നും പറയുന്നില്ല, പറയില്ല എന്ന് പറയുന്നില്ല. 60 വയസ്സ് കഴിഞ്ഞിട്ട് സ്ഥാനം പോലും ആഗ്രഹിക്കുന്നവരെ വെടി വെച്ചാണ്ട് കൊല്ലും. ഒരു ചോദ്യമില്ല. ആഗ്രഹിക്കുന്നവരെ സ്ഥാനം കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല. 60 വയസ്സ് കഴിഞ്ഞിട്ട് സ്ഥാനം വേടുന്ന ആഗ്രഹിക്കുന്നവരെയാണല്ലോ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ പിന്നെ അമിത്ഷാ പറഞ്ഞ പോലെ ഞെറ്റിയിൽ ഒരു കീച്ച്. സമൂഹയുടെ വല്ലത്, രാജ്യയുടെ വല്ലത്, വ്യക്തിയല്ല. വ്യക്തി ഏത് ഉന്നതനും വ്യക്തി വലുതല്ല. അപ്പൊ സുധാകരനൊക്കെ ഇനി ഏത് കാലത്താണ് പഠിക്കുന്നത്? എന്നിട്ട് യാതൊരു ഒളിമ്പില്ല, അധികാരത്തിൽ പിടിച്ചു നിൽക്കാണ്. അതിനുവേണ്ടി ഒരു മീഡിയ ഗ്രാമത്തിൽ ഒറ്റയോട് പറയിപ്പിക്കാണ്ട് ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയതും മുഴുവൻ വളർച്ച ഞാൻ എൻ്റെ കാലത്തല്ല, അദ്ദേഹത്തെ കാലത്തല്ല എന്നാണ്. എന്നെപ്പോലെ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ പോലെ ഇത്ര തുറന്ന് പറയാൻ കഴിവുള്ള ഏത് പ്രസ്ഥാനം ഇന്ത്യയിലുണ്ട്? ഏത് നേതാവുണ്ട് ഇന്ത്യയിൽ? ഈ വീർതന്മാരൊക്കെ മുഖത്ത് നോക്കി കുറ്റം പറയാം ഇല്ല. അവർക്കെല്ലാം കൂടെ നിന്ന് അക്കാപ്പിച്ച് വാങ്ങിച്ച് ഒരു MLA ആവണം, MP ആവണം, കൂടി വന്ന് മന്ത്രി ആവണം, മുഖ്യമന്ത്രി ആയാലും ഇഷ്ടം. നമുക്കത് ആഗ്രഹമില്ല. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ജയപ്രകാശ് നാരായൺ പറഞ്ഞില്ലേ, കോൺഗ്രസിനെതിരെ കോൺഗ്രസ് താഴെ ഇറക്കാൻ വേണ്ടി ജയപ്രകാശ് നാരായൺ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി. അതിന് ജനതാ പാർട്ടി എന്നാണ്, ജനത തള്ളല്ല. ആ ജനതാ പാർട്ടി രൂപീകരിച്ച് അദ്ദേഹം രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ഞാനിത് ഒരു സ്ഥാനത്തും വലിയ ഭാരവാഹിത്വം കേൾക്കില്ല. മറ്റൊന്ന്, ഇതിൽ കോൺഗ്രസ് ഒഴിച്ചു ബാക്കി എല്ലാവരും ഭാഗവാക്കാണ്. ഈ രണ്ട് പോയിന്റ് പറയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിപക്ഷ പാർട്ടിയുടെ ഏതെങ്കിലും നികൃഷ്ടന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവുണ്ടോ? ഒരു നേതാവുണ്ടോ അങ്ങനെ പറയാൻ? അങ്ങനെ പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ അവൻ രാജ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നതാണ്, നാടിന് വേണ്ടി ശ്രമിക്കുകയാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതില്ല, എല്ലാവർക്കും പ്രധാനതയാണ്. BJP താഴെ ഇറക്കാൻ നോക്കണം. ഞങ്ങൾ എന്നാൽ ഈ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ പറ്റിയൊരു ആപത്ത്, അപകടം ഈ എതിർപ്പെല്ലാം BJPയുടെ കയ്യിൽ നിന്നും ഇവിടെ LDFയുടെ കയ്യിൽ നിന്നും ഏറ്റെടുക്കണം. കാരണം ഈ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറിച്ച് അവർ പാഠം പഠിക്കില്ല, പാഠം പഠിപ്പിക്കുകയില്ല, മുസ്ലിം സമുദായത്തിന് വേണ്ടത് അംഗീകാരം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാക്ക് ചെയ്യുന്നില്ല. പിന്നെ എന്ത് ചെയ്യണം ഇപ്പോൾ മുസ്ലിം സമുദായം? 20% വരെ 30% കോടി വരെ മുസ്ലിങ്ങൾ കോൺഗ്രസ് വേണ്ടി വാദിക്കുന്നു, ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വാദിക്കുന്നു, ശക്തമായിട്ട് BJP എതിർക്കുന്നു. അവർക്ക് വേണ്ടി ദേഷ്യം വരാൻ പറയാൻ കാരണമുണ്ടോ? എന്നിട്ട് എന്ത് സഹായം കിട്ടും, എന്ത് സപ്പോർട്ട് കിട്ടുന്നുണ്ട്? ഇവിടെ കേരളത്തിലാണെങ്കിൽ LDF എതിരെ ചെയ്യുന്നു, UDF ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു വളരെ ആത്മാർത്ഥമായിട്ട്. അത് LDFിൽ വിരോധം കൊണ്ടല്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ AK സെൻട്രൽ കാര്യം മനസ്സിലായി. അതാണ് അവർ അങ്ങോട്ട് മാറ്റി നിർത്തുന്നത്, അവരെ പിണങ്ങാതെ തന്നെ. എന്നിട്ട് അവിടെ നിങ്ങൾ തമ്പത്തിൽ അടിച്ചാൽ ഇതൊന്നും ന്യായമല്ല സുധാകര, ഇതൊന്നും ന്യായമല്ല കോൺഗ്രസ് നേതാക്കളെ. നിങ്ങൾ വിട്ടുവീഴ്ച മനോഭാവത്തോടെ എത്ര കണ്ട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് അത്രയും നിങ്ങൾ മാന്യനാകുമെന്ന് പറയും പോലെ നിങ്ങൾ എത്ര വിട്ടുവീഴ്ച ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് സ്ഥാനം കിട്ടിയ മരിക്കുള്ളൂ എന്നാണ് ഇപ്പോൾ ചിലർക്കുണ്ട്. നമ്മൾ 8 പ്രാവശ്യം സുരേഷ് കൊടിക്കുന്നിൽ സുരേഷ് 8 പ്രാവശ്യമായിട്ട് MP MLA മന്ത്രിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴും ആകാണ്. ഇപ്പം എന്താ, എനിക്ക് തന്നെ KPC പ്രസിഡന്റ് ആയിക്കൂടെ, എനിക്ക് കേരള മുഖ്യമന്ത്രി ആയിക്കൂടെ? ന്യായമാണ്. ഒരു ദളിത് മുഖ്യമന്ത്രിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എത്ര ശതമാനം വോട്ടുണ്ട് കേരളത്തിൽ മനസ്സിലാക്കണ്ടേ?
10% പക്ഷെ അതിലേക്ക് എത്രയുണ്ട്? അതിൽ 60-70% LDF പോവാണ്. 30% പോലും ഇപ്പോൾ കേരളത്തിൽ, ബാക്കി കുറച്ച് 10% BJP, ബാക്കി 20% മറ്റാണ് ദളിതിൻ്റെ ഉള്ളൂ. എന്നിട്ടും ചോദിക്കാൻ എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നത്. എത്ര വർഷം ഈ രാഷ്ട്രത്തിൽ നിൽക്കുന്നത്? എത്ര വർഷം ഇത്ര അധികാരത്തെ ശീതളിച്ച അനുഭവിക്കുന്നത് എത്ര നാളെ? അതൊന്നും മാറി നിൽക്കുന്നു പറയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഏതെങ്കിലും മൂക്കിന് താഴെ മീശയുള്ള ഒരു നേതാവുകളുണ്ടോ? വിളിച്ചു പറയണം. രമേശ് അല്ല, നമ്മുടെ കൊടിക്കുന്നിൽ, നിങ്ങൾ ഇത്രയും കാലം നിന്ന ഇനി മറ്റൊരു അവസരം കൊടുക്കുക. തൽക്കാലം മാറി നിൽക്കുക പറയാൻ ഒരൊറ്റ കോൺഗ്രസ് നേതാവും ഇന്ത്യയിലുണ്ടോ? ഇതിനെ കേരളത്തിലെ കാര്യം പറഞ്ഞത്. അതാണ് നിങ്ങളുടെ അപജയം, അതാണ് നിങ്ങളുടെ നാശത്തിന് കാരണം. അപ്പം നിങ്ങൾക്ക് നാട് നശിച്ചാലും വേണ്ടില്ല, പാർട്ടി നശിച്ചാലും വേണ്ടില്ല, എനിക്ക് എൻ്റെ കാര്യം സാധിക്കണം, എനിക്ക് അധികാരം വേണം, എനിക്ക് മരിക്കുള്ള അധികാരം വേണമെന്നാണ്. അത് ശരിയല്ല സുരേഷ്, ശരിയല്ല സുധാകര, ശരിയല്ല രമേശ്. എനിക്കത്തേ പറഞ്ഞു. രമേശിന് ഏറ്റവും വലിയ അപകടം പറ്റിയറിയോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഇപ്പം ഞങ്ങൾ പറയും ഒരു മുസ്ലിമിൽ വേണമെന്ന് നമുക്ക് പറയാം, പക്ഷെ ഇന്ന മുസ്ലിമിന് കൊടുക്കുന്ന പാടെ ലക്ഷ്യം തെറ്റി. അവർ NSS പറഞ്ഞല്ലോ നായർ സ്ഥാനം രമേശ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഉന്നത പോയിന്റ് ഈ സ്ഥാനം, താക്കോൽ സ്ഥാനം. അതാണ് രമേശ് പറ്റിയ ഏറ്റവും വലിയ അപകടം, ജനങ്ങളിൽ നോട്ടപ്പുള്ളിയാക്കിയത്. മനസ്സിലായില്ലേ? രമേശ് അറിഞ്ഞാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് രമേശ് ശ്രദ്ധിക്കണ്ടേ. നിങ്ങൾ കോൺഗ്രസ് ആളാണ്, നായരുടെ ആള് NSS. അത് നായർ മാത്രം NSS, അതിൽ ആ ഗ്രൂപ്പിൽ വേറെ ഗ്രൂപ്പാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ മുസ്ലിം അല്ല, മുസ്ലിം ലീഗാണ് കുറച്ചുകൂടി താഴെ പോയത്. അത് പറയിപ്പിച്ചാണ് പൊന്ന് സുരേഷ് രമേശ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് എല്ലാവരും പിടിച്ചിരുത്തേനെ. പക്ഷെ നിങ്ങൾ കാണിച്ച ആ മട്ടം കാണിച്ച് ഇങ്ങനെ ഓരോരുത്തരും അങ്ങനെ ചെയ്യില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.